بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം യഥാവിധി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, വിശ്വാസികളിൽ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജുമുഅയുടെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ പരലോകത്ത് സ്വർഗത്തിലും ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിവിടെ ജീവിക്കുമ്പോൾ പല ജോലികളെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പല ശമ്പളങ്ങളിലാണ് ജോലി ചെയ്യുന്ന കമ്പനികളിലും സ്ഥാപനങ്ങളിലും ദറജകൾ കൂടിയും കുറഞ്ഞും ഒക്കെ ജോലി ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഇവിടെ പലർക്കും പലതരത്തിലുള്ള ദറജകളും റാങ്കുകളും സ്ഥാനങ്ങളും ഒക്കെ നിശ്ചയിച്ച് നൽകപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒരുപക്ഷെ അവരുടെ സമ്പത്തോ അവരുടെ പദവിയോ സ്ഥാനങ്ങളോ ഒക്കെയാകാം. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ ആരാണ് ഏറ്റവും ഖൈറുള്ളവൻ? അവിടെ പണമോ സ്ഥാനമോ പദവിയോ കുലമഹിമയോ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി മനുഷ്യരെ ആകമാനം പഠിപ്പിക്കുന്നു. റബ്ബിന്റെ അടുത്ത് ആദരവും ബഹുമാനവും സ്ഥാനവും നേടുന്നവരാരാണ്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ആയത്തിന്റെ അവസാനം റബ്ബ് പറയുന്നതാണ്, മനുഷ്യരെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, അല്ലെ, ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചു. പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണത്.
അതിനപ്പുറം ഒരറബിക്ക് അനറബിയെക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു പദവി വ്യത്യാസവുമില്ല. ആയത്തിന്റെ അവസാനം റബ്ബ് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുത്ത് കറാമത്ത്, അള്ളാഹുവിന്റെ അടുത്ത് ആദരവ് നേടുന്നവർ ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഏറ്റവും മനസ്സിൽ തഖ്വയുള്ളവൻ ആരാണോ അവനാണ് റബ്ബിന്റെ അടുത്ത് ആദരിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു കുടുംബനാഥൻ തൻ്റെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ വേണ്ടി, തൻ്റെ ഇണയിൽ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന് സമാധാനം കിട്ടാൻ വേണ്ടി, കൺകുളിർമ ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന അല്ലാഹ് നമുക്ക് പറഞ്ഞുതരാണ്. അവരിങ്ങനെയാണ് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവിന് പ്രിയപ്പെട്ട വിശ്വാസികൾ അവരുടെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ ഒരു അവസാന ഭാഗമുണ്ട്. പ്രാർത്ഥന എങ്ങനെയാണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഞങ്ങളെ നീ ഇമാമുകളാക്കി മാറ്റണമേ, മാതൃകയാക്കി മാറ്റണമേ. അഥവാ തഖ്വയിൽ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വിധം അല്ലാഹുവേ ഞങ്ങളെ നീ ഉത്തമരാക്കി മാറ്റണേ എന്നുള്ളതാണ്. അഥവാ എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റണം എന്നുള്ളതാണ്. എൻ്റെ ആരാധനകൾ കണ്ട്, എൻ്റെ ആരാധനാനിഷ്ഠ കണ്ട്, എൻ്റെ പെരുമാറ്റവും സ്വഭാവവും കണ്ട്, എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കണ്ട്, എൻ്റെ കുടുംബത്തോടുള്ള സമീപനം മനസ്സിലാക്കി, അതേപോലെ തന്നെ എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലെ സൂക്ഷ്മതയും കൃത്യതയും മനസ്സിലാക്കി ആ ഒരു മാതൃക കാണിക്കാൻ പറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം ഖൈറുക്കും എന്ന ഒരു പ്രയോഗം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. അത് നബി ഖുർആനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു, കുടുംബവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു, സ്വഭാവവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഖുർആനുമായി ചേർത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും എന്നിട്ടത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. മറ്റൊരു പ്രവാചക വചനത്തിലുള്ളത് ഇന്ന അഫ്ദലക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഫضലുള്ള ആളുകൾ. ഫضൽ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ഏറ്റവും ഫضലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഖേദിക്കുന്നത് ഖുർആന് വേണ്ടിയല്ലാതെ എൻ്റെ കുറെ സമയങ്ങൾ ചെലവഴിക്കപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്തിനാണ് പഠിപ്പിച്ചു തന്നത്? നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങി വന്നിട്ട് ഏതാണ്ട് കുറെ ഇങ്ങോട്ട് എത്തുമ്പോൾ കാണാം ആ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം ഇതാണ്: അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി. അല്ലാഹുവേ, ഖുർആനിനെ എൻ്റെ ഹൃദയ വസന്തമാക്കി മാറ്റണമേ. വനൂറ സ്വദ്രി, എൻ്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി മാറ്റണമേ. വജലാഅ ഹുസ്നി, എൻ്റെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളെയും കത്തിച്ചു കളയുന്ന ഒരു ഗ്രന്ഥമാക്കി ഖുർആനെ മാറ്റണമേ. വദഹാബ ഹമ്മി, ഹമ്മെന്ന് പറഞ്ഞാൽ മനോദുഃഖമാണ്, ടെൻഷനുകളാണ്. അത് പോക്കുന്നതാക്കി എൻ്റെ ഗ്രന്ഥത്തെ മാറ്റണേ എന്നുള്ളതാണ്. ആ ഖുർആനെ അടുത്തറിയാനും അത് ഓതാനും അത് പഠിക്കാനും ഒക്കെ തയ്യാറാകുമ്പോഴാണ് ആ ഖുർആൻ നമുക്ക് നൂറാകുന്നത്, ആ ഖുർആൻ നമുക്ക് വെളിച്ചമായി മാറുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്
നമ്മളിവിടെ വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വെള്ളിയാഴ്ച നമുക്കിവിടെ സമീപത്തുള്ള പള്ളിയിൽ സുബഹി കഴിഞ്ഞ് സൂറത്ത് യാസീൻ ഇന്ന് മുതൽ പഠിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത്തരം ക്ലാസ്സുകൾ, അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുകയും ഖുർആനുമായി അടുത്ത് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തുകയും ചെയ്യുമ്പോഴാണ് അതിന് അല്ലാഹു നമുക്ക് ഉത്തരം നൽകുക. മറ്റൊന്ന്, ഖൈറുക്കും എന്ന പ്രയോഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തിയത് സ്വഭാവം കൊണ്ടാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? വക്കാന യഖൂലു ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖൻ. ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി ഏറ്റവും നല്ല സ്വഭാവ മഹിമ കാത്തു സൂക്ഷിക്കുന്നവരാണ്, ഉത്തമമായ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരാണ്. കാണുമ്പോഴുള്ള പുഞ്ചിരി മുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും വിശാല മനസ്സും കാരുണ്യഭാവവും തുടങ്ങി എല്ലാം സൽസ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ സർട്ടിഫിക്കറ്റ്, അംഗീകാരം എന്താ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമ എന്നാണ്. അവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ എത്രയോ മനോഹരമാക്കി. ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച പടപ്പുകളിൽ ഏറ്റവും മനോഹരമായി റബ്ബ് സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്, വേറൊരു പടപ്പിനെയല്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഘടനയോടുകൂടി മനുഷ്യനെയാണ് നാം പടച്ചത്. അല്ലാഹു പറയാണ്, മനുഷ്യനെയാണ് പടച്ചത്. അപ്പം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ മനോഹരമാക്കിയില്ലേ. ഫഅഹ്സിൻ ഖുലുഖി. അതുപോലെ എന്റെ സ്വഭാവത്തെ നീ മനോഹരമാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? ഫഇന്ന മിൻ ഖൈരിക്കും അഹ്സനുക്കും ഖലാഅ. കടം വാങ്ങിയാൽ ഏറ്റവും നന്നായി വീട്ടുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്. നമ്മൾ കടം വാങ്ങും അല്ലെ, കടം കൊടുക്കും. അപ്പൊ കടം വീട്ടുമ്പോ കുറച്ച് കൂടുതൽ കൊടുക്കുക. അതങ്ങോട്ട് ചോദിച്ചിട്ടല്ല, നമ്മുടെ തൃപ്തി കൊണ്ട്, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം കൊണ്ട് നമ്മൾ അറിഞ്ഞ് തിരിച്ചു കൊടുക്കുക, ഒരല്പം കൂട്ടിക്കൊടുക്കുക. അതാണ് അഹ്സനുഹും ഖലാഅൻ. അഹ്സനുക്കും ഖലാഅ എന്ന് പറഞ്ഞത് ഏറ്റവും നന്നായി വീട്ടുക എന്നുള്ളതാണ്. സാമ്പത്തികമായ സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ അളവുകോലാണ്. കടം വാങ്ങിയിട്ട് വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് വെച്ച് താമസിപ്പിക്കുന്നവർ, കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കാൻ കുറുക്കുവഴികൾ കണ്ടെത്തുന്ന ആളുകൾ, അതൊരിക്കലും ഈമാനുള്ള വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രല്ല, കടം ഉള്ള ആളുകളുടെ മയ്യത്തിന് ഇമാമ് നിൽക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്നു. നാലാമത്, കുടുംബത്തോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിക്കുന്നവരെ പറ്റി ഖൈറുക്കും എന്ന പ്രയോഗം നബി നടത്തി. ഖൈറുക്കും ലിഅഹ്ലിഹി വ അന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ നിങ്ങളുടെ ഇണകളോടും മക്കളോടും ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അക്മലുൽ മുഅ്മിനി ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഏറ്റവും നല്ല ആളുകൾ സ്വഭാവം നന്നായവരാണ്. വഅൽതഫുഹും ബിഅഹ്ലിഹി. സ്വന്തം ഇണയോട് ഏറ്റവും അനുകമ്പയോടെ വാത്സല്യത്തോടു കൂടി പെരുമാറുന്നവരാണെന്നാണ്. അപ്പൊ തന്റെ ഇണയോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവനാണ് പെരുമാറ്റത്തിൽ സൗമ്യത കാണിക്കാൻ സാധിക്കുക. ചില ആളുകളെ കാണാം, ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയോട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം പറഞ്ഞറിയിച്ചാൽ തീരൂല, അതുപോലെ ഇഷ്ടമാണ്. പക്ഷെ ആ കല്യാണം കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴേക്കും ആ ഇഷ്ടം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച, ആ ഇഷ്ടം കുറയുകയാണ്. പിന്നെ ആ ഇഷ്ടത്തിന്റെ സ്ഥാനത്ത് പാരുഷ്യവും കാർക്കശ്യവും ദേഷ്യവും ഒരുപക്ഷെ ഭാര്യയെ അടിക്കലും, അത്തരം ഒരവസ്ഥയിലേക്ക് പല ആളുകളും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദാമ്പത്യത്തിന്റെ മാതൃകയല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യം
വാർദ്ധക്യം വരെ സ്നേഹബന്ധിതമായിരുന്നു. ഒരു വിവാഹം അള്ളാഹു പറഞ്ഞതുപോലെ, ദീൻ പറഞ്ഞതുപോലെ നടന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദമ്പതികൾക്കിടയിൽ സ്നേഹം ഇട്ടുകൊടുക്കും. കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസങ്ങളിലുള്ള സ്നേഹമുണ്ടല്ലോ, ഇഷ്ടമുണ്ടല്ലോ, ആ കുറച്ച് വർഷങ്ങള്, അതിലേറെ സ്നേഹം അള്ളാഹു അവർക്കിടയിൽ ഇട്ടുകൊടുക്കുന്ന ആ മനസ്സിൽ അത് കിട്ടണം നമുക്ക്. അതുകൊണ്ടാണ് വിവാഹത്തെ അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തിക്കൊണ്ട് وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. വിവാഹത്തിലൂടെ പരസ്പരം സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാ, നിങ്ങൾ ഇസ്ലാം പറഞ്ഞതുപോലെ ദമ്പതികളായാൽ നിങ്ങളുടെ വിവാഹ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്തോറും അള്ളാഹു മവദ്ദത്തിട്ട് തരും, റഹ്മത്തിട്ട് തരും. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വേർപെടുത്താനാവാത്ത ഒരു വല്ലാത്ത സ്നേഹവും കാരുണ്യവും അള്ളാഹു ഇട്ടുതരും എന്നുള്ളതാണ്. അത് പങ്കുവെക്കുമ്പോഴാണ് ദാമ്പത്യം പൂർണ്ണമാകുന്നതും ധന്യമാകുന്നതും. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടു. ആ മേഖലകളിലെല്ലാം ഖൈറാകാൻ, ഉത്തമരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ സ്വഭാവ മേഖലകളും ദാമ്പത്യവും ഇടപാടുകളും എല്ലാം വിശുദ്ധമാകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഏറ്റവും വിശുദ്ധമായി നിൽക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടൂ എന്നും അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്നും നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക എന്ന്. നമ്മുടെ ജീവിതത്തിലെ തേട്ടങ്ങളും പ്രാർത്ഥനകളും ഇസ്തിഗാസകളും എല്ലാം ഏകനായ റബ്ബിനോടായിരിക്കണം. അതൊരു പടപ്പിലേക്കും വഴിതിരിഞ്ഞു പോകാൻ പാടില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നേർച്ചകൾ, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നിറവേറ്റുന്ന നേർച്ചകൾ, അത് അള്ളാഹുവിന്റെ പൊരുത്തമായിരിക്കണം. കാരണം അത് ഇബാദത്താണ്. അത് അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോൾ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. മറിയം ബീവിയുടെ ഉമ്മ ഹന്ന നേർച്ചയാക്കിയതുപോലെ ഖുർആൻ പറഞ്ഞല്ലോ, അതുപോലെയുള്ള നേർച്ചകൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അത് പടപ്പുകളിലേക്ക് അവരുടെ പൊരുത്തം തേടി വഴിമാറി പോകാൻ പാടില്ല. അത് ശിർക്കായി മാറും. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ പൊരുത്തം തേടിയും അള്ളാഹുവിന്റെ പ്രീതി തേടിയുമായിരിക്കണം. അത് പടപ്പുകളുടെ പൊരുത്തം തേടിയാവരുത് ഒരു മൃഗത്തെ അറുക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാതാകുമ്പോൾ അത് ശിർക്കായി തീരും. നമ്മൾ സത്യം ചെയ്യുമ്പോൾ വല്ലാഹി അള്ളാഹുവാണ് സത്യം, അള്ളാഹു അല്ലാതെ പടപ്പുകളുടെ പേര് പിടിച്ച് ഇന്ന ഷെയ്ഖാണ്, ഇന്ന തങ്ങളാണ്, ഇന്ന ബീവിയാണ്, കഅബയാണ്, എൻ്റെ ഉമ്മയാണ് എന്നിങ്ങനെ പറഞ്ഞ് സത്യം ചെയ്യുന്നത് തൗഹീദിനെതിരാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷി എവിടെങ്കിലും ഇരുന്ന് ശബ്ദമുണ്ടാക്കിയാൽ, ഒരു കറുത്ത പൂച്ച നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ക്രോസ് കുറുകച്ചാടിയാൽ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു അപകടം നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ അതെല്ലാം ദുശ്ശകുനമാണ് എന്നും ഇന്നത്തെ യാത്രയ്ക്ക് ഇനി പറ്റുകയില്ല എന്നുമുള്ള വിശ്വാസം, ഇന്ന ദിവസം മോശമാണ് എന്നുള്ള വിശ്വാസം ഷിയാക്കളിൽ നിന്ന് കടന്നു വന്ന, ജൂതന്മാരിൽ നിന്ന് തുടങ്ങി ഷിയാക്കൾ വഴി കടന്നു വന്നതാണ് നഹ്സിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഷിയാക്കൾ ദുഃഖമാചരിക്കുന്നതും നഹ്സായി കാണുന്നതും. അത് നമ്മുടെ നാട്ടിലേക്കും കടന്നു വന്നിട്ടുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ് എന്ന്. അത് ശിർക്കാണ്. അങ്ങനെയുള്ള ശിർക്കിന്റെ എല്ലാ മാർഗങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് തൗഹീദിനെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിച്ച് സൽക്കർമ്മങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത്. നാളെ നമ്മൾ സ്വർഗത്തിന് അർഹരായി തീരുന്നതും അത്തരക്കാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഇരുത്തത്തെ മജ്‌ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. പല ആളുകളും ശാരീരികമായ വിഷമങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ ഉമ്മമാർ, ഉപ്പമാർ, വേണ്ടപ്പെട്ടവർ പലരും രോഗക്കിടക്കയിലാണ്. നമ്മുടെ സഹോദരൻ നാസർക്കയുടെ ഉമ്മയുടെ പ്രയാസം എന്നറിയിച്ചിരുന്നു. നാളെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്, ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഉമ്മക്ക് അള്ളാഹു എത്രയും വേഗം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണമായി അള്ളാഹു സുഖം നൽകുമാറാവട്ടെ. പലരുടെയും മരണങ്ങൾ ആകസ്മികമായി കടന്നു വരികയാണ്. ദീനി മേഖലകളിൽ സജീവമായി നിലകൊണ്ട ഒരു സഹോദരന്റെ മകൻ കഴിഞ്ഞ ദിവസം സൗദിയിൽ ഹനീൻ എന്ന് പറയുന്ന കുട്ടി വളരെ സ്മാർട്ടായിരുന്നു. മരണപ്പെട്ട വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. ആ ഉമ്മ, ഉപ്പ, മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനുള്ള സഹനശേഷി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ക്ഷമിക്കുന്നതിന് പകരം അള്ളാഹു ആ കുട്ടിയിലൂടെ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. നാളെ നമ്മയും അള്ളാഹു സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ والحمد لله رب العالمين.